ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ടുഡേയ്സ് ആക്ടിവിറ്റി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്വർ വർണ്ണ और उनकी മാത്രയും സ്വരങ്ങളും അവയുടെ ചിഹ്നങ്ങളുമാണ്. മലയാളത്തിൽ എന്ന പോലെ ഹിന്ദിയിലുമുണ്ട് സ്വരചിഹ്നങ്ങൾ. हिंदी में मात्राओं का ज्ञान, मात्राओं की पहचान ध्वनि से. സ്വരചിഹ്നങ്ങൾ അതിൻ്റെ ഉച്ചാരണത്തിലൂടെ മനസ്സിലാക്കാം. ആ എന്ന സിമ്പിളാണത്. ई की मात्रा, ई की मात्रा. ऊ की मात्रा, ऊ की मात्रा. സിമ്പിൾസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. റ് की मात्रा. ए की मात्रा. आई की मात्रा. ओ की मात्रा. आओ की मात्रा. अन की मात्रा. आहा की मात्रा. ഇനി നമുക്ക് ഈ ചിഹ്നങ്ങൾ വരുന്ന, ഈ ഉച്ചാരണം വരുന്ന വാക്കുകൾ നോക്കാം. ആ എന്ന സിമ്പൽ കണ്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാല. ഈ ചിഹ്നങ്ങൾ എപ്പോഴും വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പമാണ് കൊടുക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണെന്ന് അറിയാമല്ലോ. കായ്ക്കുക. കിരൺ. ഈ की मात्रा. काली. ऊ की मात्रा. ഈ ചിഹ്നം എപ്പോഴും അക്ഷരത്തിന് താഴെയാണ് കൊടുക്കുന്നത്. സുനന. ഊ की मात्रा. ഊണ്ട്. ഇത് ആ സ്വരം വരുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ए की मात्रा. पेन. आई की मात्रा. कैला. ओ की मात्रा. कोमल. औ की मात्रा. कौशल. अन की मात्रा. अंगूर. अहा की मात्रा. ഈ അഹ എന്ന സിമ്പൽ വളരെ കുറച്ചേ വരാറുള്ളൂ. അതഹ. ഓക്കെ ചിൽഡ്രൻ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിമ്പിൾസ് ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞു വ്യഞ്ജനാക്ഷരങ്ങളിലാണ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ മുതൽ അഹ വരെയുള്ള സിമ്പിൾസ് വ്യഞ്ജനാക്ഷരങ്ങളിൽ എഴുതി എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഓരോ അക്ഷരങ്ങളും വരുന്ന വാക്കുകൾ, ഈ 2 വാക്കുകൾ കൂടി എനിക്ക് അയച്ചു തരണേ. ഓക്കെ. അതുപോലെ തന്നെ മക്കളെ എഴുതുമ്പോൾ അക്ഷരങ്ങൾ പറഞ്ഞെഴുതുകയും വേണം.